അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, എനിക്ക് ഒരുപാട് പേര് ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. എങ്ങനെയാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ നിന്നും നമുക്ക് കാശ് സമ്പാദിക്കാൻ പറ്റുന്നതെന്ന്, വീഡിയോ ഇടുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഇൻസ്റ്റയും ഫേസ്ബുക്കും തമ്മിൽ കണക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇൻസ്റ്റയിൽ നിന്ന് എമൗണ്ട് കിട്ടുമെന്നല്ല, ഇൻസ്റ്റയിൽ കിട്ടും. പക്ഷെ നമുക്ക് മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ കൊളാബ് അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമുക്ക് ഏണിംഗ് എടുക്കാൻ സാധിക്കും. ഒരു ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ അതിനകത്ത് ഒരു വീഡിയോ അതായത് 24 hours അതായത് നൈറ്റ് ഒരു വീഡിയോ ഇട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി ആയപ്പോഴത്തേക്ക് അത് 1 million വ്യൂസ് അടിച്ചു. അതുപോലെ ലക്ഷങ്ങൾ ലൈക്കും കയറി ആ വീഡിയോസിന്. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റയിൽ എനിക്ക് മോണിറ്റൈസ് ആയി. അപ്പോഴും നമുക്ക് ഏണിംഗ് കിട്ടും എന്നല്ല പറയുന്നത്, മോണിറ്റൈസ് ആയി. കണ്ടിന്യൂസ് വീഡിയോസ്, പോസ്റ്റ്, സ്റ്റോറീസ് എല്ലാം ഇടുന്നുണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ ഇട്ട വീഡിയോസും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഫേസ്ബുക്ക് ഏണിംഗ് കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് ഇൻസ്റ്റ മോണിറ്റൈസ് ആയതിനു ശേഷം ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക് ഫേസ്ബുക്കിലോട്ട് അപ്ലോഡ് ആയി കഴിഞ്ഞ് ഡെയിലി വീഡിയോസ് കയറി തുടങ്ങിയപ്പോൾ അതിലൊരു വീഡിയോ ഞാനൊരു ട്രെൻഡിങ് ഒരു കാര്യത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ക്ലിക്കായി. ആ വീഡിയോ നല്ല രീതിയിൽ വ്യൂസും കയറി, ലൈക്സും കയറി, എല്ലാം കയറിയപ്പോഴത്തേക്ക് എനിക്ക് പിറ്റേ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ വന്നു. അതായത് മോണിറ്റൈസേഷൻ നോട്ടിഫിക്കേഷൻ വന്നു. മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നു. ബാങ്ക് ഡീറ്റെയിൽസ് ഫുള്ള്, പാൻ കാർഡ് ഉൾപ്പെടെ ഫുള്ള് ഇതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അവർ ടാസ്ക് വെക്കും. നമ്മൾ ഇപ്പൊ ഓപ്പൺ ആയെന്നും പറഞ്ഞ് നമുക്ക് എമൗണ്ട് കിട്ടണമെന്നില്ല. കാരണം അവർ പറയുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ഇടണം, സ്റ്റോറി ഇടണം, പോസ്റ്റ് ഇടണം, പിന്നെ ലൈവ് പറയുന്നുണ്ട്. അങ്ങനെ ലൈവ് ഉണ്ട്. അപ്പോൾ ഒരു വീക്കിൽ നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴും ഞാൻ വിചാരിക്കാതെ കംപ്ലീറ്റ് ചെയ്താലും അങ്ങനെ ഒരുപാട് വ്യൂസ് ഇല്ലെങ്കിലും നമുക്ക് കിട്ടുമോ, നമ്മൾ വിചാരിക്കുമോ ലക്ഷങ്ങൾ വ്യൂസ് അല്ലെ ലക്ഷങ്ങൾ ലൈക്ക് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു വീക്കിലി പ്രോഗ്രസ് എന്ന് പറഞ്ഞ് നമുക്ക് ആഴ്ചയിൽ വീക്കിലി ഉള്ളൊരു ഇത് വരും. അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതൊരു ടാസ്ക് ആണ്, ഫേസ്ബുക്കിന്റെ ഒരു ടാസ്ക് ആണ്. അപ്പൊ അതായത് ക്രിയേറ്റ് 10 ന്യൂ പബ്ലിക് പോസ്റ്റ് ആണ് പറയുന്നത്. അതായത് നമ്മൾ അവർ പറഞ്ഞ ആ കാലാവധിക്കുള്ളിൽ, ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ 10 പബ്ലിക് പോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ ക്രിയേറ്റ് 8 ന്യൂ പബ്ലിക് റീൽ പറയുന്നുണ്ട്. അപ്പൊ അതും 8 റീലാണ് നമുക്ക് പറയുന്നത്. അപ്പൊ അതും കംപ്ലീറ്റ് ആക്കണം. ഞാനിപ്പോ അത് കംപ്ലീറ്റ് ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് സൺഡേ ആണ് നമ്മൾ അത് സ്റ്റോപ്പ് ആവുന്നത്. അപ്പൊ അതിനു മുൻപ് ഞാനിപ്പോ എനിക്ക് പറഞ്ഞ 10 പബ്ലിക് പോസ്റ്റിൽ ഞാനിപ്പോ 8 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ പബ്ലിക് റീലിലാണെങ്കിൽ ഞാൻ 5 ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവർ പറയുന്ന ആ ടാസ്കുകൾ, പിന്നെ അതുപോലെ 20 ന്യൂ ഫോളോവേഴ്സ്, അതായത് 20 ഫോളോവേഴ്സ്